Hey, hello, welcome back to my channel. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എന്തിനെക്കുറിച്ചിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യങ്ങൾ അപ്പം തന്നെ പിടികിട്ടിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിനായിട്ട് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യാറുണ്ട്, കൺസീലർ യൂസ് ചെയ്യാറുണ്ട്, കളർ കറക്റ്റർ യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പല പല സ്റ്റെപ്സ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രൈമർ വേണ്ട, കളർ കറക്റ്റർ വേണ്ട, കൺസീൽ ചെയ്യേണ്ട, പകരം ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമുക്ക് യൂട്യൂബ് നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും എവിടെ നോക്കിയാലും കാണുന്ന ഒരു ഫൗണ്ടേഷനാണ് ടിർട്ടിറിൻ്റെ വൈറൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കുഷ്യൻ ഫൗണ്ടേഷനാണ്. അതിൻ്റെ തന്നെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അതായത് ടാപ്പ് ബ്ലെൻഡ് മാച്ച് എന്നാണ്. അതോടൊപ്പം തന്നെ ശരിക്കും നമുക്കൊരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര മണിക്കൂറാണ് ഈ ഒരു ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കാൻ നോക്കുകയാണെങ്കിൽ 72 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. മറ്റു ഫൗണ്ടേഷൻസ് ഒക്കെ നമുക്കറിയാമല്ലോ 16 hours അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോർമലി ചില ഫൗണ്ടേഷൻസ് ഒക്കെ 16 അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷനിൽ 40 ഷെയ്ഡ്സോളം അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഷുവറായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, അതോടൊപ്പം തന്നെ സ്കിൻ ടൂണ് മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് വേറെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. നല്ലൊരു ഗ്ലോയിങ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓയിൽ ഫ്രീ ഉള്ള ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കിൻ ഒട്ടും ഡള്ളാക്കാണ്ട് എപ്പോഴും ഫ്രഷ് ആൻഡ് നല്ലൊരു ഫിനിഷോട് കൂടി നല്ലൊരു ഫ്രഷ് ലുക്കോട് കൂടി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് അണ്ടർ ടൂൺ അറിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക. അണ്ടർ ടൂൺ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വീണ്ടും പിന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം ചെയ്താൽ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയാൽ ഭയങ്കരമായിട്ട് ലാഗായി പോകും. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ നോക്കി നമ്മുടെ മാച്ചിങ് ആയിട്ടുള്ള ടോൺ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ ഹിബിസ്കസ് എക്സ്ട്രാക്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് SPF 40+ പിന്നെ PA++ ഒക്കെയാണ് കേട്ടോ. SPF കണ്ടന്റ് 40, അതായത് നമുക്കൊരു സൺസ്ക്രീനിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സെയിം SPF ലെവലാണ് ഈ ഒരു ഫൗണ്ടേഷനിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ, അതായത് UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കാണ്ട് നല്ല രീതിക്ക് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ കൂടെയാണ്. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള എക്സ്ട്രാക്ട്സ് ആണ്, അതായത് ഹിബിസ്കസിന്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, വിത്ത് എയർ ബബിൾസ് ആണ്. അതെന്തിനാണെന്ന് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിനിഷ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫൗണ്ടേഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്നിനെക്കാട്ടിലും കുറച്ചൊരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്സിഡൈസ് ആകുമ്പോൾ ന്യൂട്രലിലേക്ക്, അതായത് നമ്മുടെ സ്കിൻ ടോണിൻ്റെ ആ ഒരു സെയിം കളറിലേക്ക് മാറും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെക്കാട്ടിലും ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കരുത്. ഓൾറെഡി ഡാർക്ക് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും അത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡാർക്കാവും. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ആ ഒരു കളർ ടെക്സ്ചർ നല്ല രീതിക്ക് ചേഞ്ച് ആവും. അപ്പോൾ കൺസീലറിൻ്റെ നമ്മൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. കൺസീലറിൻ്റെ കേസിൽ ഇത് തന്നെയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ സ്കിൻ ടോൺ ആൻഡ് സ്കിൻ ടൈപ്പ് ബേസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും, ഫൗണ്ടേഷൻ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ്റെ മാത്രം വർക്കുകൾ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കൺസീൽ ചെയ്യും, റെഡ്നെസ് കവർ ചെയ്യാൻ പറ്റും, ബ്ലെമിഷേഴ്സ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് അല്ലെങ്കിൽ അണ്ടർ ഐ ബാഗ്സ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്മച്ച് പ്രൂഫാണ്. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്, അതായത് കേക്കി ആവുമോ, ഫെയ്ഡിങ് ആവുമോ, ട്രാൻസ്ഫറിങ് ആവുമോ, അങ്ങനെയൊക്കെ കുറേ അധികം ഡൗട്ട്സ് അല്ലെങ്കിൽ പേടി നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഒട്ടും കേക്കി ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് ഓയിൽസിൻ്റെ ആ ഒരു പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യും, അതായത് ഓയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഒന്നുകൂടെ ഒരു ഫ്രഷ് ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് ആൻഡ് ഓൾസോ നല്ലൊരു മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു മെഴുമെഴുത്ത ഫീലിങ്ങോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടില്ല. പിന്നെ ഒട്ടും തന്നെ ഡള്ളാക്കി വെക്കുകയില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് നല്ല രീതിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കാൻ പറയുന്നത്. ഇതൊരു കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. സോ കൊറിയക്കാരുടെ സ്കിൻ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അവരുടെ ലൈറ്റ് അല്ലെങ്കിൽ ഫെയർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടൈപ്സ് ആയിരിക്കും, സ്കിൻ ടോൺ ആയിരിക്കും. അപ്പോൾ കുറച്ചൊന്ന്
മീഡിയം ലെവലൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുമായിരിക്കും ഷെയ്ഡ്സ് നോക്കുമ്പോൾ. അപ്പോൾ ഷെയ്ഡ്സ് വൈഡ് വെറൈറ്റീസ്, അതായത് 40 എബോവോളം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺകാർ 13 എന്നൊക്കെ പറഞ്ഞ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. 15, അതായത് എനിക്ക് തോന്നുന്നു ഐവറി ഷെയ്ഡൊക്കെയാണ് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ചുകൂടെ നമ്പേഴ്സ് കൂടുന്നത്. ഇപ്പം ഒരു ഫൗണ്ടേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 13, 15 ആ ഒരു റേഞ്ചൊക്കെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക്. അതോടൊപ്പം തന്നെ ഒരു 20 ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഡസ്കി, മീഡിയം അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ 31, 35 അങ്ങനെയൊക്കെ പല നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്പേഴ്സിൻ്റെ ആ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിൻ ടോണും മാറുന്നുണ്ട് കേട്ടോ. അതായത് എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ടോഫി എന്നൊക്കെ പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോണിനല്ലേ മാച്ചിങ്. അതേപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ഒരു ഫൗണ്ടേഷനിൽ അക്വാട്ടിക് ഫ്ലവേഴ്സിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് റേഡിയൻ്റ് ആക്കാനും നറിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഹിബിസ്കസ് എക്സ്ട്രാക്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കവറേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ആക്ച്വലി ഇതൊരു കൊറിയൻ ഫൗണ്ടേഷനാണ്. ഇതിപ്പോൾ നമുക്ക് നൈക്കയിലും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല, ആമസോണിലൊക്കെ ഞാൻ കണ്ടു. പിന്നെ ടിറയിലൊക്കെ ഉണ്ട് കേട്ടോ. ടിർ എന്നാണ് ഫൗണ്ടേഷൻ്റെ പേര്. അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ എൻ്റെ അണ്ടർടൂൺ എന്ന് വെച്ചാൽ ഒരു കൂൾ അണ്ടർടൂൺ ആണ്, പർപ്പിൾ ആൻഡ് ബ്ലൂ ആയിട്ടുള്ള വെയിനാണ്. അപ്പോൾ വെയിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അണ്ടർടൂൺ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്ന ആ ഒരു ഷെയ്ഡ് ബേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് ആ പേര് മറന്നു, അത് ഞാൻ ഓർത്തിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കറിയാലോ ഐവറി പോലത്തെ ഷെയ്ഡ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഷെയ്ഡ്സാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും. ഞാൻ ഒരു വിധത്തിൽ എൻ്റെ സ്കിൻ ടോണിന് അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്സ് ഒക്കെ കണ്ടുപിടിച്ച് അതിങ്ങനെ കാർട്ടിലിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള രീതിക്ക് നോക്കിയപ്പം സംഭവം സോൾഡ് ഔട്ട് ആയിപ്പോയി. ഇപ്പം ഡെസ്കി അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോണുകാരുടെ ആണ് നൈക്കയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000 അല്ലെങ്കിൽ 1200 ആണ്. 1200 കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ നെറ്റ് വെയിറ്റ് കണ്ടന്റ് വൈസ് കുറച്ച് കുറവാണ്. പ്രൊഡക്റ്റ് സ്മോൾ സൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ആദ്യമേ തന്നെ 2000 വാങ്ങണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല കേട്ടോ. 1200 വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തുമാത്രം ഫിനിഷ് തരുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട്, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മതി നമ്മൾ ബിഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങാമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ കളർ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ വരുന്നത് ഒരു കുഷ്യൻ ഫൗണ്ടേഷനാണ്. ഇതേപോലത്തെ പാക്കേജിങ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു പഫ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു പഫ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തി പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ ബ്ലെമിഷേഴ്സ്, ഡാർക്ക് സ്പോട്ട്, റെഡ്നെസ്, പോസ് ഒക്കെ നല്ല രീതിക്ക് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു സീംലെസ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വിക്ക് ആൻഡ് ഈസി ആപ്ലിക്കേഷനാണ്, പെർഫെക്റ്റ് കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, ഒട്ടും എഫേർട്ട് ഇല്ലാണ്ട് എഫേർട്ട്ലെസ്ലി. അതോടൊപ്പം തന്നെ 72 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ സ്കിൻ ടോണിന് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിക്കാണ്. ബ്ലെൻഡിങ്ങും ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങാൻ വേണ്ടി എനിക്ക് ആകർഷിച്ച കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഓയിൽ ഫ്രീ ആണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ഫ്രീ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടൊന്ന് ഫ്രഷ് ആക്കി വെക്കാനും ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനൊക്കെ ആയിട്ട് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഷെയ്ഡ്സ് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതുകൊണ്ട് എൻ്റെ ഷെയ്ഡ്സ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അത് നോട്ടിഫിക്കേഷൻ വന്നാലുടനെ ഞാൻ എന്താണെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ്ലി വീഡിയോ ഇടും കേട്ടോ. ഇപ്പോൾ എനിക്ക് കേട്ടറിവ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇത് ഞാൻ പലയിടത്തുനിന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട്. ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിന് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ പോർട്ടബിൾ ആണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ അണ്ടർടൂണും സ്കിൻ ടൈപ്സ് ഒക്കെ നമ്മൾ ബേസ് ചെയ്തിട്ട് വേണം പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലിസ്റ്റ് ഔട്ട്സ് പറയാം കേട്ടോ. ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ ഷെയ്ഡ്സ് ആണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഫെയർലൈറ്റ് ആയിട്ട് കൂളായിട്ടുള്ള അണ്ടർടോണുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 10C ഷെല്, 10C ഫെയർ, പിന്നെ 15C ഫെയർ, പ്രൊട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡ്സ് ഒക്കെയാണ്. ലൈറ്റ് ആയിട്ടുള്ളവർക്ക് 17C പ്രൊട്ടീഷ്യൻ, 21C കൂൾ ഐവറി, 22C പീച്ച് ബീച്ച് ഒക്കെയാണ്. 33N MAC
കിറ്റാണോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡുണ്ട്. അത് ന്യൂട്രൽ, അതോടൊപ്പം തന്നെ മീഡിയം ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർക്കാണ്. ബീജ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് നമ്പർ നോക്കണം. ഇപ്പം 20 ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡസ്കി മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്കാണ്. 15 ഒക്കെ അല്ലെങ്കിൽ 13C ഐവറി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഫെയർ. പിന്നെ ഫെയർ മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു വാനില, അതായത് വാനില എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡ്സാണ്. 17 വാനില എന്നോ അങ്ങനെയൊക്കെയാണ്. അത് ഞാൻ കുറച്ച് ലിസ്റ്റ് ഔട്ട്സ് പ്രോപ്പർ വേയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പറയാം കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോണ് ന്യൂട്രൽ ആണെങ്കിൽ 13N ഫെയർ ഐവറി, അതോടൊപ്പം തന്നെ വാം ആണെങ്കിൽ 13W ക്രീം, പിന്നെ ന്യൂട്രൽ ആണെങ്കിൽ 17N വാനില, 22N ഷെൽ ബീജ്, 21 ഐവറി, 21N ഐവറി ആണ് കേട്ടോ. പിന്നെ ഇനി അടുത്ത വാം ആയിട്ടുള്ള മീഡിയം ആണെങ്കിൽ 17 ഫ്രഷ് വാനില, നാച്ചുറൽ ഐവറി, 21W, 22W ഷീർ ബീച്ച്, അങ്ങനെയൊക്കെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടിർട്ടിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങുക, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ സിൽക്കി ആയിട്ടുള്ള ക്രീം ബേസ് ആയിട്ടുള്ള പൗഡർ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുൾ കവറേജ് ആണ് നമ്മുടെ ഫേസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ കളക്ട് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.